തകർക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വൻ വ്യോമാക്രമണം മണിക്കൂറുകൾക്കുള്ളിൽ റദ്ദാക്കേണ്ടി വന്ന നാണക്കേടിലാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് ഉള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമായിരിക്കുമെന്ന് ട്രംപ് വെല്ലുവിളിച്ച പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു. ഇറാൻ തങ്ങളുടെ മുന്നിൽ വന്ന് യാചിക്കുകയാണെന്നും യുദ്ധം നിർത്താൻ കേഴുകയാണ് എന്നുമാണ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവകാശപ്പെടുന്നത്. എന്നാൽ ട്രംപിന്റേത് വെറും പുതിയ നുണകൾ മാത്രമാണെന്ന് വിളിച്ച് ഇറാൻ ഈ ഒരു വാദങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ട്രംപ് പരസ്യമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തുകയും രഹസ്യമായിട്ട് ചർച്ചയ്ക്കായിട്ട് യാചിക്കുകയുമാണ് എന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പരിഹസിക്കുന്നത്. അമേരിക്കയിലെ മധ്യകാല തിരഞ്ഞെടുപ്പിൽ ജനരോഷം ഉണ്ടാകുമെന്ന ഭയവും സ്വന്തം രാജ്യത്തെ 70% ജനങ്ങൾ യുദ്ധത്തിനെതിരെ രംഗത്തിറങ്ങിയതുമാണ് ട്രംപിന്റെ കൈകൾ കിട്ടിയത്. അക്ഷരാർത്ഥത്തിൽ ഇറാനിൽ വന്ന് പുലിവാൽ പിടിച്ച അവസ്ഥയിലാണ് അമേരിക്കൻ ഭരണകൂടം. ഇറാനെതിരെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് പശ്ചിമേഷ്യയിലുള്ള തങ്ങളുടെ പൗരന്മാർ തയ്യാറാകണമെന്ന അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് വൻ വ്യോമാക്രമണ പദ്ധതി അപ്രതീക്ഷിതമായിട്ട് റദ്ദാക്കിയത്. ആക്രമിച്ചു തകർക്കാൻ ചെന്ന അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ഇറാന്റെ സൈനിക തന്ത്രങ്ങളിൽ ചെന്ന് പെടുകയായിരുന്നു. ഈ ഒരു അപ്രതീക്ഷിത പിന്മാറ്റത്തിന് പിന്നിൽ സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയ്ക്ക് മേൽ ചെലുത്തിയ കടുത്ത നയതന്ത്ര സമ്മർദ്ദമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ അമേരിക്കയെക്കാൾ വലിയ സാമ്പത്തിക സൈനിക പ്രതിസന്ധിയിലായത് സൗദി അറേബ്യയാണ്. ഈ ഹോർമുസ് കടലിടുക്ക് മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ 3 വശങ്ങളിൽ നിന്നും സൗദിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയാണ് ഇറാന്റെയും അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള വിവിധ സായുധ ഗ്രൂപ്പുകളുടെയും നീക്കങ്ങൾ മാറിയത്. ഈ സൗദിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചരക്ക് നീക്ക പ്രതിസന്ധിക്ക് കാരണമായി. ഇത് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കർശന സൈനിക നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ സൗദി അറേബ്യ പൂർണ്ണമായിട്ടും കുടുങ്ങി. ഇനി സൗദിയിൽ നിന്നുള്ള പ്രധാന ചരക്ക് നീക്കവും എണ്ണ കയറ്റുമതിയും ഈ ഒരു ഒറ്റ പാതയിലൂടെയാണ് നടന്നിരുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന് കീഴിലുള്ള ഈ ഒരു കടലിടുക്കിലൂടെ തങ്ങളുടെ അനുമതി ഇല്ലാതെ ഒരു കപ്പലും കടത്തിവിടില്ല എന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ വാശിക്ക് മുന്നിൽ സഖ്യകക്ഷികൾക്ക് വഴിമാറേണ്ടി വന്നു. ഹോർമുസ് പാത അടഞ്ഞപ്പോൾ ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്താൻ സൗദി ആശ്രയിച്ചിരുന്നത് ചെങ്കടൽ സൂയിസ് കനാൽ പാതകളായിരുന്നു. എന്നാൽ ഈ ഒരു മേഖലയിൽ യമനിലെ ഹൂത്തി വിമതർ ആക്രമണം കടുപ്പിച്ചതോടെ ആ വഴിയും സൗദിക്ക് മുന്നിൽ അടയുന്ന അവസ്ഥയുണ്ടായി. കപ്പലുകൾക്ക് ആഫ്രിക്ക ചുറ്റി വരാനുള്ള വലിയ സാമ്പത്തിക ബാധ്യത താങ്ങാൻ സൗദിക്ക് കഴിയുമായിരുന്നില്ല. ഈ പ്രതിസന്ധികൾക്കിടയിലാണ് ഈജിപ്ത് തീരത്തിനടുത്ത് വെച്ച് യൂറോപ്പിലേക്ക് പോവുകയായിരുന്ന സൗദിയുടെ 2 വൻകിട ചരക്ക് കപ്പലുകൾക്ക് നേരെ നിഗൂഢമായിട്ടുള്ള ആക്രമണം ഉണ്ടായത്. ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നും ഇറാനും ഹിസ്ബുള്ളയും ആണെന്ന് ഇസ്രയേലും പരസ്പരം ആരോപിക്കുമ്പോഴും തകർന്നത് സൗദിയുടെ സാമ്പത്തിക സുരക്ഷിതത്വമാണ്. 3 വശത്തു നിന്നും കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത് സൗദിയെ പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാക്കി. ഈ സർവനാശം നേരിൽ കണ്ടതോടെയാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അടിയന്തരമായിട്ട് ട്രംപിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. ഇറാനെതിരെയുള്ള യുദ്ധം തുടർന്നാൽ ഗൾഫ് രാജ്യങ്ങളുടെ ഓയിൽ സുരക്ഷയും ഊർജ്ജ സ്വാതന്ത്ര്യവും പൂർണ്ണമായിട്ടും തകരുമെന്ന് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ സമാധാനവും സുരക്ഷയും നിലനിർത്താൻ നയതന്ത്ര പരിഹാരങ്ങൾ അടിയന്തരമായിട്ട് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ തങ്ങളുടെ രാജ്യങ്ങളിലുള്ള US സൈനിക ബേസുകളും എണ്ണ നിലയങ്ങളും ഇറാൻ തകർക്കുമെന്നുള്ള ഭീതി സൗദി, UAE, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. ഇറാനിൽ നിന്നും തിരിച്ചടി ഉണ്ടായാൽ അത് വന്ന് പതിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകളിലാണ്. അവിടെ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമെന്ന ഭയമാണ് ട്രംപിനെ പിന്നോട്ട് വലിച്ചത്. അമേരിക്കൻ സൈന്യത്തിന് ഇറാനെ പൂർണ്ണമായിട്ടും തകർക്കാൻ കഴിയാത്തതിന് മറ്റൊരു പ്രധാന കാരണം അവരുടെ ഭൂഗർഭ താവളങ്ങളാണ്. ഇറാന്റെ അത്യാധുനിക മിസൈൽ താവളങ്ങളും ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകളും പിക്കാസ് പർവ്വത നിരകൾക്ക് താഴെ കിലോമീറ്ററുകൾ താഴ്ചയിലുള്ള ഭൂഗർഭ അറകളിലാണ് ഉള്ളത്. ട്രംപിന്റെ വജ്രായുധമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും ഇവയെ തൊടാൻ ആകില്ല എന്ന് പെന്റഗൺ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതുവരെ ഇറാൻ പ്രയോഗിക്കാതിരുന്ന തങ്ങളുടെ ഏറ്റവും വലിയ തന്ത്രപ്രധാന വജ്രായുധമായിട്ട് ഹോർമുസ് കടലിടുക്കിനെ അവർ ഈ ഒരു യുദ്ധത്തിൽ മാറ്റിമറിച്ചു. ലോകത്തെ മുഴുവൻ വിറപ്പിക്കാൻ പോകുന്ന ഈ ഒരു കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ്. ഹോർമുസ് കടലിടുക്ക് ഒരു യുദ്ധ ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഇറാന്റെ തന്ത്രത്തിന് മുന്നിൽ അമേരിക്കൻ നാവികസേനയ്ക്ക് കടുത്ത ജാഗ്രത പാലിക്കേണ്ടി വന്നു. ഇറാനെ പൂർണ്ണമായിട്ടും തകർത്ത ശേഷം മതി വെടിനിർത്തൽ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവശ്യപ്പെടുമ്പോഴും എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധത്തിൽ നിന്നും തലയൂരാൻ ശ്രമിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്.
ഇതിനിടയിൽ തുർക്കി പോലുള്ള രാജ്യങ്ങൾക്ക് F-35 യുദ്ധവിമാനം നൽകാമെന്ന ട്രംപിന്റെ വാഗ്ദാനം അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള കടുത്ത ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട്. ആഭ്യന്തരമായിട്ട് ഇറാന്റെ പണപ്പെരുപ്പ് 87% കുതിച്ചുയർന്നത് അവരെയും ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. പശ്ചിമേഷ്യയിലെ ഈ ഒരു യുദ്ധ സാഹചര്യം ഇന്ത്യ അതീവ ആശങ്കയോടെയും കടുത്ത ജാഗ്രതയോടെയുമാണ് വീക്ഷിക്കുന്നത്. ഇന്ത്യയിലേക്ക് GCC രാജ്യങ്ങളിൽ നിന്നും പ്രധാനമായിട്ടും സൗദി അറേബ്യ, ഇറാഖ്, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നും എണ്ണ വരുന്നത് ഈ ഒരു പറയുന്ന ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഈ പ്രതിസന്ധി നീണ്ടുപോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് നിലവിലുള്ള പരിമിതമായിട്ടുള്ള തന്ത്രപ്രധാന എണ്ണ ശേഖരം പെട്ടെന്ന് തന്നെ തീർന്നു പോകാൻ സാധ്യതയുണ്ട്. ഇത് രാജ്യത്തിന്റെ മൊത്തം ഇന്ധന സുരക്ഷിതത്വത്തെയും ആഭ്യന്തര സാമ്പത്തിക വിപണിയെയും പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലേക്ക് തള്ളിവിടാം. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ $100 താഴെ നിൽക്കുന്ന ക്രൂഡ് ഓയിൽ വില ഈ ഒരു യുദ്ധ സാഹചര്യം കാരണം $150 വരെ കുതിച്ചുയരാൻ സാധ്യതയുണ്ട്. എണ്ണവില ഇത്തരത്തിൽ വർദ്ധിച്ചാൽ ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളുടെ ആഭ്യന്തര വിപണി പൂർണ്ണമായിട്ടും തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാം. ചരക്ക് ഗതാഗതം പൂർണ്ണമായിട്ട് സ്തംഭിക്കുകയും പണപ്പെരുപ്പം നിയന്ത്രണാതീതമായിട്ട് ഉയരുകയും ചെയ്യും. യുദ്ധം അവസാനിച്ചു കാണാൻ താല്പര്യമില്ലാത്ത ഒരേയൊരു രാജ്യം ഇസ്രയേൽ മാത്രമാണ്. ഇറാന്റെ ആയുധശേഷി പൂർണ്ണമായിട്ടും നശിപ്പിച്ച ശേഷം മതി വെടിനിർത്തൽ എന്നാണ് നെതന്യാഹുവിന്റെ വാശി. ഈ കടുത്ത ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും തലയൂരാൻ ഖത്തർ, ഒമാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഒമാനിലെ മസ്കറ്റിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ ഒരു പരോക്ഷ സമാധാന ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. മുൻപ് മരവിപ്പിച്ച ഇറാന്റെ കോടിക്കണക്കിന് രൂപ വിട്ടുകൊടുക്കാനും അടുത്ത 60 ദിവസത്തേക്ക് ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും ഫ്രീ ആക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇതിനു പിന്നിൽ അമേരിക്കയുടെ CIA, ഇസ്രയേലിന്റെ മൊസാദ്, ബ്രിട്ടന്റെ M60 തുടങ്ങിയ ആഗോള ചാര സംഘടനകൾ ഒരുമിച്ച് നിന്നാണ് തങ്ങളുടെ നറേറ്റീവുകളിലൂടെ ഈ ഒരു വിരുദ്ധതയെയും സമാധാന ശ്രമങ്ങളെയും നിയന്ത്രിക്കുന്നത്. പശ്ചിമേഷ്യ പുകയുമ്പോൾ മറ്റൊരു ഭാഗത്ത് റഷ്യ യുക്രൈൻ യുദ്ധക്കളത്തിലും വൻ അട്ടിമറികളാണ് നടക്കുന്നത്. റഷ്യക്കുള്ളിലേക്ക് 500 മുതൽ 1000 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് കുതിക്കുന്ന 635 അത്യാധുനിക ഡ്രോണുകൾ പായിച്ച് യുക്രൈൻ വൻ പ്രത്യാക്രമണം നടത്തിയിരിക്കുകയാണ്. യുക്രൈന്റെ പുതിയ സൈനാധിപൻ അലക്സാണ്ടർ സിറിക്സിയുടെ നേതൃത്വത്തിലാണ് റഷ്യൻ സൈന്യത്തെ സഹായിക്കുന്ന വൈൽഡ് ബെറീസ് വെയർഹൌസുകൾ ഉൾപ്പെടെ തകർത്ത് ഈ ഒരു ഡ്രോൺ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നത്. താൻ അധികാരത്തിലെത്തിയാൽ ഒരൊറ്റ ദിവസം കൊണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ വെറും പഴയ ചാക്കായിട്ട് മാറിയെന്നും പുടിനുമായിട്ടുള്ള അന്തർധാര തകർന്നുവെന്നും ഈ ഒരു സംഭവങ്ങൾ തെളിയിക്കുന്നു. ഇതിനിടയിലാണ് സമാധാന ചർച്ചകൾ പാളി അമേരിക്ക ഈ ഒരു ഇറാന്റെ യുദ്ധത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നത്.